ഐഷാക്ക് എന്താ പറ്റിയേ? പഴയ ഐഷാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ പറയാറുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞാൻ ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ ദാറ്റ് ഞാൻ എന്നെ തന്നെയാണ് മിസ് ചെയ്യുന്നത് എന്നുള്ളത്. പഴയ എന്നെ ഞാനും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റൂട്ട് മുതൽക്ക് എൻ്റെ വേര് മുതൽക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം. ഈ ഒരു വീഡിയോ ഒന്നും പറ്റില്ല. അതുപോലത്തെ ഒരു 1000 വീഡിയോ ഞാൻ ചെയ്താലും മേ ബി എത്തുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ഷോർട്ടാക്കിയിട്ട് പറയാം. കുറേ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന സ്റ്റോറി തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയില്ല. കാരണം ഞാനിങ്ങനെ വീഡിയോയിൽ വന്നിട്ട് ഒരു മൈ സ്റ്റോറി എന്നുള്ള രീതിക്കൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഞാനൊരു മൈ സ്റ്റോറി എന്നുള്ള രീതിക്ക് എല്ലാം പാടെ കുത്തിക്കയറ്റാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എക്സാക്റ്റ് പ്രോബ്ലം എന്താ പറ്റിയത്, എന്താണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്, ഞാൻ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അത്രയാണ്. ഓവർകം ചെയ്തോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ഞാൻ ഓവർകം ചെയ്തിട്ടില്ല. ഞാനൊരു പ്രോസസ്സിനകത്താണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് മുതൽക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു ബിലോ ആവറേജ് ഫാമിലിയിലായിരുന്നു. ബിലോ ആവറേജ് ഫാമിലിയിലായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ താഴെയായിരുന്നു. ഒരു കുഞ്ഞ് ഓല വീട്ടിൽ ഒരു ഹോളും ഒരു കിച്ചണും അതുപോലെ കയറാനും ഇറങ്ങാനൊക്കെ ഒരു വഴിയുള്ള മണ്ണിൻ്റെ ചുമരുള്ള ഓല മേഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് കൂരയ്ക്കകത്താണ് ഞാൻ ജനിച്ച് വളർന്നതൊക്കെ. പക്ഷേ ആ ഒരു കുഞ്ഞി കൂരയ്ക്കകത്ത് ഞാൻ എൻ്റെ ഉപ്പാടെ രാജകുമാരിയായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, എന്നെ എങ്ങനെയൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റുമോ അതിൻ്റെയൊക്കെ പരമാവധി നന്നായിട്ട് എൻ്റെ ഉമ്മ എന്നെയൊക്കെ നോക്കിയിട്ടുണ്ട്. ആൻഡ് മെയിൻലി എൻ്റെ ഉപ്പ എനിക്ക് ഒന്നും പറയാനില്ല. അത് എന്താ പറയുക, പഠിച്ച സ്വർഗത്തിൽ ആക്കട്ടെ, അത്രയും നന്നായിട്ട് എന്നെ നോക്കിയിട്ടുണ്ട്. ആ ഒരു മനുഷ്യൻ എന്താ പറയുക, എൻ്റെ ഉപ്പയുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മാഷാ അല്ലാ, എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഓരോ മക്കൾക്കും ഉപ്പാനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാവും. പക്ഷെ എനിക്കതിൽ കുറച്ച് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അത്രയും അത്രയും നാട്ടിലും വീട്ടിലും ഉപ്പ പോണിടത്തും ഒക്കെ എന്നെ കൊണ്ടടന്ന് എൻ്റെ ഉപ്പ എന്നെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും പൊത്തി 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 എൻ്റെ ഉപ്പ എന്നെ വളർത്തിയ ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ ചൈൽഡ്ഹുഡ് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. ഞാനത് ആരുടെ അടുത്ത് നിന്നാണെന്ന് പറയാനായിട്ട് വില്ലിങ് അല്ല കേട്ടോ, താല്പര്യമില്ല. കാരണം അതെൻ്റെ കുഞ്ഞുനാളിൽ നടന്നൊരു സംഭവമാണ്. അതിന് കാലത്തിന് ശേഷം അവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്, മാരീഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരെ പറയുമ്പോൾ അവരുടെ ഫാമിലിയെ കൂടെ ബാധിക്കും. ഒരു പക്ഷേ ഇപ്പം ഞാൻ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ടോർച്ചർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പോലെ ആ കുഞ്ഞുങ്ങളെയും കൂടെ അത് ബാധിക്കും. മാത്രമല്ല, നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നുണ്ട് അവർ കണ്ടമാനം നരകിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ അവർ ചെയ്യുന്നതിന് പടച്ചവൻ കർമ്മ എന്ന് പറയില്ലേ, പടച്ചവൻ കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നുണ്ട്. സോ ഇനി ഞാനും കൂടെ അവരേനെ ഒന്നും ചെയ്യാനില്ല, ആ ഒരു അവസ്ഥയിലാണ് അവർ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അബ്യൂസും കൂടി ഉണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എൻ്റെ അബ്യൂസ് ആണെന്ന് പോലും എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ വളർന്ന് വലുതായി. കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എൻ്റെ ഉപ്പാടെ സെക്കൻഡ് മാരേജ് ആണ് എൻ്റെ ഉമ്മ. ഓൾറെഡി 2 കുട്ടികൾ, എൻ്റെ മൂത്ത താത്തയും ഇക്കാക്കിയും ഉപ്പാടെ ഫസ്റ്റ് മാരേജിലുള്ളതായിരുന്നു. ആൻഡ് സെക്കൻഡ് മാരേജിലാണ് എൻ്റെ ഉമ്മ. ആൻഡ് അഗെയിൻ ഇപ്പോൾ ഒരു മാരേജും കൂടെ കഴിച്ചു. എൻ്റെ ഉമ്മയിലാണ് ഞാനും എൻ്റെ രണ്ടാമത്തെ താത്തയും. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കളിയാക്കലുകളും പിന്നെ ഉപ്പാടെ തേർഡ് മാരേജിൽ അങ്ങനെ കുറേ ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഊഹിക്കാലോ നിങ്ങൾക്ക്. ഫിനാൻസിൻ്റെ സൈഡിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഉപ്പാടെ ക്യാരക്ടറിൽ ഇപ്പോൾ പറഞ്ഞാൽ എന്നെ അങ്ങനെ പൊത്തി പൊത്തി നോക്കി വളർത്തണമെന്നേ ഉള്ളൂ. പിന്നെ നാട്ടിൽ മൊത്തം പുള്ളി ഭയങ്കര ഗുണ്ട ബിജു കണ്ടക്കൽ കോളനി കൈൻഡ് ഓഫ് ആളായിരുന്നു. ജിൽജിലായിരുന്നു ഉപ്പ. അത്യാവശ്യം നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒത്തിരി പേടിയുള്ള അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉപ്പാനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളുകൾക്ക് പ്രോബ്ലംസ് ഉള്ളത്, പിന്നെ ഉമ്മയുടെ സ്ട്രഗിൾസ് വീട്ടിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. പിന്നെ ഒരു 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 ടൈം കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ പറഞ്ഞാൽ ഉപ്പാനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരു പാരൻറ്റിങ് കിട്ടിയിട്ടില്ല. ഉപ്പയുടെ 6ാം വയസ്സിൽ ഉപ്പയുടെ ഉപ്പയും ഉമ്മയൊക്കെ ജനിച്ചിട്ട് ഒരു 2 വയസ്സൊന്നായപ്പോഴേക്കും ഉപ്പ മരിച്ച്. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉപ്പയും ഉമ്മയും മരിച്ചിട്ട് ഉപ്പ അനാഥനായി. എന്നിട്ട് കന്നുകളുടെ കൂടെ കന്നാട്ടിയിട്ടൊക്കെ വന്നിട്ടാണ് ഉപ്പയുടെ പെങ്ങളേനെയൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ മനുഷ്യന്മാരായിട്ട് സഹവസിക്കാത്തൊരു മനുഷ്യനിൽ നിന്ന് ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നതന്നെ വലുതാണ്. അപ്പം എൻ്റെ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ഉപ്പാൻ്റെ ചൈൽഡ്ഹുഡ് ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു നല്ലൊരു വാറൻറ്റിയും കിട്ടിയിട്ടില്ല. എന്നിട്ടും എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് കുറേ മനുഷ്യത്വം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, ഹി ഈസ് സച്ച് എ ഗുഡ് പേഴ്സൺ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നതും അഗ്രഷൻ, തല്ലി തകർക്കുന്നത്, ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ എൻ്റെ ഉപ്പ ക്യാരക്ടറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ അറിയില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് കൊല്ലുമോ അങ്ങനെ ചിന്തിക്കുന്ന
ഒരു കണ്ടീഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടൊക്കെ വളർന്നിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയതുകൊണ്ട് അത്യാവശ്യം ട്രോമ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആരും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഉപ്പാക്ക് കിട്ടിയ ചൈൽഡ്ഹുഡാണ്. എൻ്റെ ഉപ്പ ഞങ്ങളുടെ അടുത്ത് അത് ഞങ്ങൾ അനുഭവിക്കരുതെന്ന് ഉപ്പ പരമാവധി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ക്യാരക്ടറിൽ അത് ഉപ്പാക്ക് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും ഞാൻ എൻ്റെ മക്കൾക്ക് അതൊന്നും കൊടുക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സം പോയിന്റ് ഓഫ് ടൈം എൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. ഞാൻ പൊട്ടിത്തെറിക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അപ്പോൾ തന്നെ ഞാനത് അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് പാച്ചപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് അത് വരുന്നുണ്ട്. കാരണം നമുക്ക് കിട്ടിയത് നമ്മൾ അറിയാതെ ഡെലിവറി ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ അത് നമ്മൾ മാറ്റി മാറ്റി കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ചൈൽഡ്ഹുഡ് എന്ന് പറയാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ ലവ് സ്റ്റോറി വരുന്നതും കല്യാണം കഴിക്കുന്നതും. ആൻഡ് അത്രയും ജിൽജിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഞാനൊരു പക്ക ഓർത്തഡോക്സ് ഫാമിലിയിലോട്ട് കല്യാണം കഴിച്ച് പോകുന്നതും. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം നമുക്ക് എന്താ പറയുക, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് നേരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ആൻഡ് പക്ഷെ അവർ നമ്മൾ അറിയുന്ന ആളുകളായതുകൊണ്ട് അങ്ങനെ വലിയ ജഗപ്പൊക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ ചെറിയ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ നമ്മളതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആക്കി. തുടക്കത്തിൽ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്ന, ഇത്തിരി അല്ല ഇത്തിരി അധികം ഡിഫിക്കൽട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മളതിനെ സോർട്ട് ഔട്ട് ചെയ്ത് നല്ല മരുമകൾ, നല്ല നാത്തൂര്, നല്ല അമ്മായിയമ്മ, ആ ഒരു രീതിക്ക് മാഷാഅല്ലാ അടിപൊളിയായിട്ട് ഫാമിലി പോകാൻ തുടങ്ങി. ഇപ്പോൾ 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴും അത് അങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഉപ്പാടെ മരണം എനിക്കൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ തുടക്കം മുതൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാം, എൻ്റെ ഉപ്പ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്നാണ് മരണപ്പെട്ടു പോകുന്നത്. ഐ മീൻ നമ്മുടെ ഫ്രണ്ടിൽ നിന്നാണ്. ഞാൻ ഉപ്പാക്ക് ഇങ്ങനെ കെലിമ ചൊല്ലി കൊടുത്തിട്ടും വെള്ളം കൊടുത്തിട്ടൊക്കെയാണ് ഉപ്പ മരണപ്പെട്ടു പോകുന്നത്. അതിനുശേഷമാണ് എനിക്ക് ഫസ്റ്റ് ഈ പറഞ്ഞ ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവുന്നത്, മൂക്കുന്ന് ബ്ലഡ് വരുന്നത്, BP-യിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ഉപ്പ അങ്ങോട്ട് പോയപ്പം എൻ്റെ വേൾഡ് എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് പിന്നെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഉപ്പ പോയതിന് ശേഷം ഞാൻ ഇതുവരെ ആ ഒരു സെക്യൂർഡ് ഫീലിംഗ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് ആരില്ലേലും എൻ്റെ ഉപ്പ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നല്ലോ, അതൊരു വലിയതായിരുന്നു. അത് പോയ ശേഷം ഞാൻ ഇന്ന് വരെ ആ ഒരു പക്കാ സെക്യൂർഡ് ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു 90% മേ ബി എനിക്ക് കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ ഞാൻ പക്ഷേ പ്ലേസിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് അതിപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഉള്ളതുകൊണ്ട് ഒരു 90% നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. കാരണം ഉപ്പ എന്ന് പറയുന്നത് നമുക്ക് ചാരാനൊരു തൂണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പ ഒരു മലയാണ്. അവിടെ ഉണ്ടായാൽ മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ എൻ്റെ ബഷി മാഷാഅല്ലാ ഏറെക്കുറെ ഉപ്പാക്ക് കടപിടിക്കാനായിട്ട് അവന് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇത് എവിടേക്കൊക്കെ എങ്ങനെയൊക്കെ പോകും കേട്ടോ, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. എൻ്റെ ഉപ്പാടെ മരണം എന്നെ വല്ലാതെ തളർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എൻ്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നൊരിത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറിക്കഴിഞ്ഞപ്പം ഞങ്ങൾ വല്ലാത്തൊരു ഡെപ്തിലോട്ട് പോയി. വല്ലാത്തൊരു ഡെപ്ത്, ഭയങ്കര ബോണ്ട് ഞാനും എൻ്റെ ഉമ്മച്ചി തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ഫുഡ് കഴിച്ചോ, ഞാൻ എന്താ ചെയ്യുന്നത്, അതൊന്നും അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മാത്രം ഒരു ഇൻറ്റിമസി ഒന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല, ഞാൻ എൻ്റെ അമ്മായിയമ്മയും തമ്മിൽ. പക്ഷെ അതേ എൻ്റെ ഉമ്മച്ചി ഒരു പോയിന്റ് കഴിഞ്ഞ ടൈമിൽ എൻ്റെ മുഖമൊന്ന് മാറുമ്പോഴേക്കും ഉമ്മച്ചി പറയും, ഐഷക്ക് വിശന്നിട്ടാണ്, ഈ എന്തിനാ ആരെങ്കിലും കാത്തിരിക്കുന്നത്, ഈ പോയി ഭക്ഷണം കഴിച്ചോ. അങ്ങനെ എനിക്ക് വിശക്കുന്നുണ്ടോ, എനിക്ക് ഉറങ്ങാൻ സമയമായോ, എൻ്റെ മുഖം ഒന്ന് വാടിച്ചു, ഈ എന്തിനാ മുഖം വാടിയിരിക്കാൻ. ഐ മീൻ അത്ര തീരെ എന്നെ കെയർ ചെയ്യാത്തൊരവസ്ഥയിൽ നിന്ന് എന്നെ നല്ലോണം കെയർ ചെയ്യുന്ന ഒരു ഉമ്മച്ചിയായിട്ട് ഉമ്മ മാറി. എൻ്റെ ഉമ്മാനെ ഞാൻ അമ്മായിയമ്മ എന്നുള്ളൊരു സ്റ്റാൻഡൊക്കെ വിട്ടിട്ട് എൻ്റെ മോളെ പോലെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെയായി. നമുക്ക് സ്നേഹിച്ച് കൊതി തീരാത്തൊരവസ്ഥയിലാണ് എൻ്റെ ഉമ്മിച്ചി മരണപ്പെട്ടു പോകുന്നത്. അത് ഉമ്മിച്ചി മരിച്ചു പോകുന്ന ആ ഒരു മൊമെൻ്റ് വരെ ഉമ്മിച്ചിൻ്റെ നെഞ്ചത്തുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ ഉപ്പാടെ മരണവും ഉമ്മാടെ മരണവും ഒക്കെപ്പാടെ എനിക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മുന്നേ തന്നെ ഒരു വീഡിയോയിൽ, അതെനിക്ക് സെക്കൻഡായിട്ട് എൻ്റെ ട്രോമ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഈ 2-3 ട്രോമ, പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതും കൂടെ ആയപ്പോഴേക്കും ഈ 2-3 ട്രോമ എന്നെ ഹോണ്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലൊരു ഭാരം, എനിക്ക് വലിയൊരു സങ്കടം വരിക, അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഇത് കുറേ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ എന്നെ തടയുന്ന ഒരു കണ്ടീഷൻ വന്ന സമയത്താണ് ഞാൻ തെറപ്പി എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ തെറപ്പി എടുത്ത സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന അടികൾ, എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുള്ള ബ്ലഡുകൾ, അതായത് ഉപ്പ് ഉപദ്രവിച്ചിട്ട് കണ്ടിട്ടുള്ള ബ്ലഡ്, അതേപോലെ നമ്മുടെ ചുറ്റോട് നടന്നിട്ടുള്ള ബ്ലഡുകൾ, എനിക്കുണ്ടായിട്ടുള്ള ചൈൽഡ്ഹുഡ് അബ്യൂസ്, വീട്ടിൽ ഞാൻ പേടിച്ചിട്ട് മൂലയ്ക്ക് ചുരുണ്ട് കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നത്, പിന്നെ ഇങ്ങനെ കൊല്ലാൻ വരികയാണോ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരെ കൊല്ലാൻ, ഞാനിങ്ങനെ പറയണമെന്നുള്ളൂ കേട്ടോ, അത് ഭയങ്കര ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ ഞാൻ ലിറ്ററലി വീണ്ടും കണ്ടു. ഓക്കെ, ഹിപ്നോതെറാപ്പി എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ കാണും. അപ്പം ഞാനത് കണ്ടു, ലിറ്ററലി കണ്ടു.
എൻ്റെ സ്ട്രെസ് ലെവൽ 10 ഇരട്ടി കൂടി. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം എൻ്റെ യൂട്യൂബ് ഇങ്ങനെ റോക്കറ്റ് വിട്ട പോലെ ചാനൽ കയറി ആവശ്യത്തിലധികം വ്യൂസും ഏർണിങ്സും എൻ്റെ ബാധ്യതകളൊക്കെ ഒരു സൈഡിൽ കൂടെ തീർത്ത് ഞാൻ എൻ്റെ അക്കാഡമി റീസ്റ്റാർട്ട് ചെയ്ത് അക്കാഡമിക്ക് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും അതായത് ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഒക്കെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും എന്നെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു കണ്ടീഷനിലാണ്, ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഞാനിത് ചെയ്യുന്നത്. അതായത് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ എനിക്കൊരു ഭാരം നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തെറപ്പി എടുത്തത്. ഇതും കൂടെ ആയപ്പോഴേക്കും തെറപ്പിക്കകത്ത് ഞാൻ പാതിക്കുന്ന് വേക്കപ്പ് ചെയ്ത് എനിക്ക് ആ തെറപ്പി ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലേക്ക് എനിക്ക് എത്താനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ അവിടുന്ന് വേക്കപ്പായിട്ട് എനിക്ക് ഒന്നും പിന്നെ ഞാൻ ഒട്ടും ഓക്കെ അല്ല. പിന്നെ എൻ്റെ അടുത്ത് തെറപ്പി വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴും ഞാൻ വേണ്ട, ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നോക്കിക്കോളാം, ജേണൽ എഴുതിയിട്ട് നോക്കിക്കോളാം എന്നൊക്കെ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ പാച്ചപ്പ് ചെയ്ത് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. കാരണം എനിക്ക് ഇനിയും വീണ്ടും ഞാൻ അങ്ങനെ ഒരു വിഷ്വൽ കാണണ്ട എന്നുള്ളതായിരുന്നു മെയിനായിട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഹാലൂസിനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഒരു രൂപം കാണുമായിരുന്നു. നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു രൂപം വരിക. ഞാൻ മുന്നേ എൻ്റെ ഒപ്പം മരിച്ച സമയത്ത് ഞാൻ അതുപോലെ ഒരു രൂപം കണ്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് തങ്ങന്മാരെ അവിടുന്ന് വെള്ളം ഊതി തന്ന് ഞാനത് കുടിച്ച ശേഷം പിന്നെ എനിക്ക് അങ്ങനെ രൂപവും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വാട്ട് എവർ മേ ബി, ജിന്നെന്നോ പ്രേതമെന്നോ ഭൂതമെന്നോ അല്ലെങ്കിൽ ഹാലൂസിനേഷനോ ഡിലൂഷൻ എന്താണെങ്കിലും ഇട്ട് വിളിക്കാം, ഞാനൊരു സാധനത്തിനെ കാണുമായിരുന്നു. ഭയങ്കര വലിയ റെഡ് കണ്ണൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു രൂപം, ഇങ്ങനെ വലിയൊരു രൂപം ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും, സഡനായിട്ട് വന്ന് നിൽക്കും. അങ്ങനെ ഞാനൊരു രൂപം കാണുമായിരുന്നു. പിന്നെ ഞാൻ മുസ്ലിമായ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ടൈമിൽ ശിവനെ ഞാൻ മുന്നേ പറഞ്ഞു കേട്ടോ, മഹാദേവനെ കാണുമായിരുന്നു. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുമായിരുന്നു. അപ്പോൾ റംസാനിക്കാണ് പിന്നെ കാശി ഹിപ്നോട്ടിസ്റ്റുകളുടെ റിസർച്ച് ജേണി വരുന്നത് റംസാനിക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ തോട്ട് വേണ്ട, ഇനിയിപ്പോൾ നമുക്ക് പോകണ്ട എന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ മഹാദേവൻ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി കാണുമ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു, നീ അതിന് വന്നോ, കുഴപ്പമില്ല, ചിലപ്പോൾ മേ ബി കാശിയിലൊക്കെ ഒരു പോയി അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിൻ്റെ ഈ പ്രോബ്ലംസിനൊക്കെ ഒരു പരിഹാരമാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ നമ്മൾ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസും ഓരോ അമ്പലത്തിൻ്റെ അവിടെ പോകുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ഓരോ സാധനം കാണുമ്പോഴും ഇതൊക്കെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ലിറ്ററലി കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. ബിക്കോസ് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് അത് പലർക്കും പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഞാൻ അവിടുത്തെ അനുഭവങ്ങൾ കുറേ ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ബട്ട് ഞാൻ കാലഭൈരവൻ ഇതാണെന്ന് അറിയുന്നതിന് മുന്നേ ഞാൻ കാലഭൈരവനെ കണ്ടിട്ടുണ്ട്. അതേപോലെ എന്താ പറയുക, ഞാൻ ഈ പറയുന്ന അഘോരികളിലും കാണുന്ന കൂട്ടത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഞാനിങ്ങനെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പോലെയുള്ള ഒരു സന്യാസിനെ കാണുന്നുണ്ട്. ലിറ്ററലി ഞാൻ ആ സന്യാസിനെ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അഘോരികൾ എന്നൊക്കെ പറയുമ്പോൾ അഘോരി അങ്ങനെ നമ്മൾ വിചാരിക്കില്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റേ ഇങ്ങനെ എന്താ പറയുക നഗ്നരൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യന്മാരുള്ള എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ, അതിന് പകരം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഗ്ലാമറുള്ള തേജസ് ഉള്ള ഒരു അഘോരീനെയൊക്കെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ലിറ്ററലി ഞാൻ ആ അഘോരീനെ ഞാൻ കാശി പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എത്ര ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ കാശി പോയി വന്ന ശേഷം എനിക്കുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ഹാലുസിനേറ്ററിയിൽ കംപ്ലീറ്റ്ലി നിർത്തിയിട്ടു. ഈ പറയുന്ന രൂപം ഞാൻ കാണാറില്ല. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കാലഭൈരവനെ ആണോ എന്നുള്ളത്. ഏറെക്കുറെ ഞാൻ കണ്ട രൂപവും കാലഭൈരവൻ്റെ രൂപവും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ഞാൻ എന്നെ പേടിപ്പിക്കുന്ന ഒരു രൂപം കാണുന്നു എന്ന് പറയുന്നത്, കാലഭൈരവൻ എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മഹാദേവൻ്റെ ഒരു അവതാരമാണ്, ഭൂതഗണാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിനെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കീപ്പ് ഇറ്റ് അപ്പാർട്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെയും പറയുമ്പം നിങ്ങൾ എൻ്റെ ട്രസ്റ്റ് പോയി അങ്ങനെയൊന്നുമില്ല, ഞാനിത് കണ്ടു, ഓക്കെ, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ബുക്സ് നിന്നായിരിക്കാം, അല്ലെങ്കിൽ മുന്നേ കണ്ടിട്ടുള്ള വല്ല പുരാണങ്ങളിൽ നിന്നാവാം, ഇതൊക്കെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ കുറേ കഥകൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിൽ നിന്ന് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തുള്ള രൂപമായിരിക്കാം. വാട്ട് എവർ മേ ബി, സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ കണ്ട്, അത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കണ്ട് പോന്ന് പിന്നെ ഞാനത് ഹാലുസിനേറ്റിയിൽ നിന്ന് അത്രയേ ഉള്ളൂ. ആൻഡ് ഈവൺ ഇപ്പോൾ ഞാൻ അവിടേക്ക് പോയി നിൽക്കുന്ന സമയത്തും എൻ്റെ പ്രയേഴ്സും എൻ്റെ ട്രസ്റ്റും കുറേ കൂടെ ഞാനും അള്ളയും തമ്മിലുള്ളൊരു കണക്ഷനും കുറച്ചുകൂടെ ലിബറലായിട്ട് എനിക്ക് അള്ളാനെ കുറേ കൂടെ ഞാൻ പേടിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് പേടിയില്ലാതെ കുറേ കൂടെ കണക്ഷൻ ബിൽഡ് ചെയ്തിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. അതാണ് വേറൊരു കാര്യം. കാരണം മറ്റേത് അള്ളാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയോട് കൂടെയായിരുന്നു നമ്മൾ, അയ്യോ നിസ്കരിക്കണ്ടേ, അല്ലെങ്കിൽ നോമ്പ് നോക്കണ്ടേ, അല്ലെങ്കിൽ ഖുർആൻ ഓതണ്ടേ, അങ്ങനെയൊക്കെ ആയിരുന്നു അള്ളാന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നത്. അതിനേക്കാളും കൂടുതൽ ദി അൾട്ടിമേറ്റ് പവർ, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന റബ്ബ്,
ആ ഒരു ശക്തിയെ റിയലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഓരോരുത്തരും പല പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അള്ളാഹ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എൻ്റെ റബ്ബ് എത്രമാത്രം നമ്മുടെ മൈൻഡിന് തന്നെ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരുത്തി വെക്കുമ്പം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പടച്ചവൻ്റെ ഇത്രയും വലിയ സൃഷ്ടികളുടെയും ഇത്രയും ആളുകളുടെ മൈൻഡിലേക്ക് പടച്ചവൻ എങ്ങനെ കൺട്രോൾ ചെയ്യണേ എന്നുള്ളതാണ് ഞാൻ ആ ടൈമിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എനിവേ അതൊക്കെ പോട്ടെ, ഇപ്പോഴത്തെ പ്രശ്നത്തിലോട്ട് വരാം. ആൻഡ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടും എൻ്റെ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരം, അതായത് ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതൊക്കെ നിർത്തിയെന്നുണ്ടെങ്കിലും എൻ്റെ സങ്കടത്തിനൊരു കുറവുമില്ല. എൻ്റെ നെഞ്ചിൽ ആ ഒരു ഭാരം അങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് ബോഡി വീക്കായി വരുന്നുണ്ട്, ഹെയർ ഫോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹെയർ ഇങ്ങനെ പറഞ്ഞ് പോരുന്നൊരു കണ്ടീഷൻ വന്ന സമയത്താണ് ഞാൻ പോയിട്ട് സ്കാൻ എടുത്ത ടൈമിലാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് എനിക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുതലാണെന്നല്ല കേട്ടോ. എൻ്റെ ഈ കഴിഞ്ഞ ഈ ഒരു 1 ഇയറിനകത്ത് എൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ കുത്തനെ പോയിട്ടുണ്ടായിരുന്നില്ല. അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ ഭയങ്കര റീച്ച് ആയിട്ടുണ്ടായിരുന്നു. 1 lakh സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. ഇൻസ്റ്റ ആണെങ്കിൽ ഇടുന്ന വീഡിയോ മൊത്തം വൈറൽ. ആൻഡ് അതേപോലെ മൊത്തത്തിൽ ഇങ്ങനെ കുത്തനെ കയറിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് സഡനായിട്ട് ഫോൾ ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങി. ഫോൾ ഡൗൺ ചെയ്യാൻ തുടങ്ങുക പറഞ്ഞാൽ ഞാൻ സ്റ്റക്ക് ആവാൻ തുടങ്ങി. എനിക്ക് വീഡിയോ ഇടാൻ പറഞ്ഞാൽ വീഡിയോ ഇടാൻ വയ്യ, അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലാണ് നമുക്ക് എലക്ഷൻ വന്നത്. എലക്ഷൻ വന്ന സമയത്ത് എനിക്ക് മിക്സഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അമ്മായിയമ്മയ്ക്ക് നീ ജയിക്കുന്നത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വർഷങ്ങളായിട്ട് വോട്ട് കൊടുക്കുന്ന ഒരാളായിരുന്നു. നിന്നോട് ചിരിച്ചിട്ട് നിനക്ക് വോട്ട് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടും, കാരണം അവളുടെ അമ്മായിയമ്മ എത്ര സുഖത്തിലല്ല, നീ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടും ആൻഡ് നീ എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും എൻ്റെ അമ്മായിയമ്മ മനസ്സുകൊണ്ട് നിന്നെ ഇങ്ങനെ പ്രാകുന്നുണ്ട് കേട്ടോ. നീ രാജിവെക്കണം, നിന്നെ കൊണ്ടൊരു കാര്യം നേരെ ചെയ്യാൻ പറ്റരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാകുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ആക്ച്വലി അത് പറഞ്ഞപ്പോൾ ഞാനതിങ്ങനെ കേട്ടിട്ട് ചിരിച്ചു തള്ളി. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ബാധിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 5 കൊല്ലം ഞാൻ ഇത് രാഷ്ട്രീയം ഇങ്ങനെ ഒരു കരിയറായിട്ട് കൊണ്ടുനടക്കുക അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല കേട്ടോ. എൻ്റെ അടുത്ത് ചില ആൾക്കാർ പറയുന്നുണ്ട് മെമ്പറായിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ വീഡിയോ ചെയ്യണേ, മെമ്പറായിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണേ. മെമ്പറായത് ആളുകൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്ത് കൊടുക്കുക, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി നല്ലത് ചെയ്ത് കൊടുക്കുക. 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടി അവസാനിപ്പിച്ച് നമ്മുടേതായ കരിയർ നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതല്ലാണ്ട് സ്ഥിരമായിട്ടൊരു പൊളിറ്റിക്കൽ കരിയർ എന്നുള്ള സാധനം, പൊളിറ്റിക്സ് ഒരു കരിയറാക്കി കൊണ്ടുനടക്കാൻ നിലവിൽ എനിക്ക് യാതൊരുവിധ പ്ലാനും ഇല്ല. ഓക്കെ, ഞാൻ അതങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇൻഷാ അള്ളാ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു കൊടുക്കും. ഞാൻ ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് പോലും ഒരു പാർട്ടി ജയിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. ഐ മീൻ ആ പാർട്ടി ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ട് ഓക്കെ ആ പാർട്ടി ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പാർട്ടി ജയിക്കണം എന്നുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ നാട്ടുകാർക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ മാക്സിമം ഞാനത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയും എനിക്ക് വയ്യാത്ത കണ്ടീഷൻ വന്നിട്ടും, ഐ മീൻ എനിക്ക് PCOS ഉണ്ട്, അതേപോലെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി നല്ലോണം ഉണ്ട്. വൈറ്റമിൻ D ഡെഫിഷ്യൻസി 5 ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ട്. ഇതെല്ലാം ഒരു കൂടപ്പിറപ്പുകളെ പോലെയാണ്. അതേപോലെ എൻ്റെ റൈറ്റ് ഓവറിൽ ചെറിയൊരു സ്വെല്ലും ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ്റെ മാനസിക നില കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി. ഒരു PCOS ഉള്ളൊരു മനുഷ്യന്, ഒരു സ്ത്രീക്ക് ചുമ്മാ വീട്ടിലിരിക്കുക എന്നുള്ളത് തന്നെ ഒരു മല എടുത്ത് അപ്പുറത്തേക്ക് മറിച്ച് വയ്ക്കുന്ന പോലെയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റില്ല, സ്കിൻ കെയർ ചെയ്യാൻ പറ്റില്ല, ഹെൽത്ത് കെയർ ചെയ്യാൻ പറ്റില്ല, മക്കളെ നോക്കാൻ പറ്റില്ല. കാരണം കുറേ ആൾക്കാർ PCOD വെച്ചിട്ട് PCOSനെ കമ്പയർ ചെയ്യാറുണ്ട്. രണ്ടാണ് കേട്ടോ. കാരണം PCOD എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തിയാലും കഴിക്കുന്ന ഭക്ഷണം കൺട്രോൾ ചെയ്താലൊക്കെ ഒന്ന് കൺട്രോളിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ PCOS എന്ന് പറയുന്നത് ഹോർമോൺസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് PCOD ഉള്ളവർക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് കുറേയൊക്കെ അവരെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കാൻ പറ്റും. PCOS ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ ഹെൽപ്പ് എടുക്കുക തന്നെ വേണം. ബിക്കോസ് അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ചെയ്തിട്ടും എനിക്കൊരു മാറ്റം ഇല്ല എന്നൊക്കെ കണ്ടപ്പം ഞാൻ കംപ്ലീറ്റ് ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വാർഡിൽ പോകാനുണ്ട്, പഞ്ചായത്ത് പോകാനുണ്ട്, അതുപോലെ ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, ക്യാമ്പയിന് പോകാനുണ്ട്, അക്കാഡമീൻ്റെ കാര്യങ്ങൾ പെൻഡിങ് ആണ്. ചെറിയ പ്രോബ്ലംസ് പോലും എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പഠിച്ചവനെ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോകുന്നൊരവസ്ഥ. ഞാൻ എൻ്റെ ടെൻഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എൻ്റെ മേക്കപ്പിൻ്റെ അളവ് കൂട്ടുന്നൊരവസ്ഥ, എൻ്റെ പിമ്പിൾസ് ആക്നെ വരുന്നതിനനുസരിച്ചിട്ട് പുട്ടിയുടെ ക്വാണ്ടിറ്റി കൂട്ടുന്നതിനവസ്ഥ. കാരണം പുറത്തേക്ക് ഞാൻ ഭയങ്കര ബോൾഡാണ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു സാധനം എനിക്ക് ആൾക്കാരെ കാണിക്കുകയും വേണം. എൻ്റെ അതേസമയം ഓരോ ദിവസം ലിറ്ററലി ഐ വാസ് ഡൈയിങ്. ഞാനിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ ഇന്ന് മരിക്കും, നാളെ മരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ എൻ്റെ ഒരു കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഹെൽത്ത് ചെക്കപ്പ് എടുത്തത്. ഇതിലെനിക്ക് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഈ സിറ്റുവേഷനൊക്കെ വന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ,
ഇതിലെന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ട്രിഗർ ആകുമ്പോൾ കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ട്രിഗർ ആവും. മിക്കവാറും ആളുകൾക്ക് അത് സംഭവിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ട്രിഗർ ആവും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുക. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. നിങ്ങൾ ആദ്യം മാറ്റി വയ്ക്കേണ്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, നീ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നീ വീട്ടിലിരിക്കുന്ന സമയത്ത് നിനക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, നീ അങ്ങനെ തന്നെ നിന്നാൽ മതിയായിരുന്നു, നീ ഒരു പണിയും ചെയ്യണ്ടായിരുന്നു, നീ പുറത്ത് പോകണ്ടായിരുന്നു, നീ ജോലിക്ക് കയറിയതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നം, നീ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം. അങ്ങനെ ഒരു മണ്ണാങ്കട്ടി അല്ലാട്ടോ 24 മണിക്കൂറും രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലുള്ളതാണ്. എനിക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇന്ത്യൻ അതായത് നമ്മുടെ ഈ കേരള സ്റ്റൈൽ അല്ലെങ്കിൽ ഇന്ത്യൻ ആൾക്കാർക്ക് കൂടുതലും വൈറ്റമിൻ ഡി തനിയെ ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷനാണ് എൻ്റേതാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞത്. സോ നിങ്ങൾ ആളുകൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കുറേ സജഷൻ പറയുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് അടിക്കാം. പിന്നെ ചില ആൾക്കാരുണ്ട്, നിങ്ങൾ എന്തേലും ചെയ്യുന്നത് കാണുമ്പോഴേക്കും മേ ബി നിങ്ങളോട് തന്നെ ഉള്ളിൽ നിങ്ങളുടെ കൂടപ്പിറപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ടോ ഒക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ അവർക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ സഹിക്കില്ല. സീരിയസ്ലി നിങ്ങൾ സന്തോഷിക്കുന്ന അവർക്ക് സഹിക്കില്ല. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, നീ എന്തിനാ അത് ചെയ്യാൻ നിൽക്കണേ, അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നീ ഇത് ചെയ്യുമ്പോഴേക്കും നിൻ്റെ കുട്ടികൾ സഫർ ചെയ്യില്ലേ, നിൻ്റെ കെട്ടിയ സഫർ ചെയ്യില്ലേ, നീ അത് നേടണ്ട, ഇത് നേടണ്ട, നീ അത് ചെയ്യേണ്ട പറയും. ഇതേ ആൾക്കാർ അവരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ആവശ്യം വരുന്ന സമയത്ത് അവരതൊക്കെ വൃത്തിക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർ നല്ല പോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എൻ്റെ മോളല്ലേ, ഓളത് പോയിക്കോട്ടെ, ഓളത് ചെയ്തോട്ടെ അങ്ങനെ പറയും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരതിൽ നല്ല ഇടങ്ങൂര് കൊണ്ടുവരും. അപ്പോൾ അതിനവർ നിങ്ങളുടെ ഫാമിലി കാരണമാക്കി കൊണ്ടുവരും, നിങ്ങളുടെ ഹെൽത്ത് കാരണമാക്കി കൊണ്ടുവരും. നിങ്ങൾ നന്നാവരുത് എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും കൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ആൻഡ് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. അവർ നന്നാവാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ പണിയെടുത്താലും അവർ നന്നായിരിക്കട്ടെ എന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങളുടെ മാക്സിമം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്താലും അവർക്ക് നിങ്ങൾ നന്നാവുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട കേട്ടോ. ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഇവർക്കൊക്കെ ഞാൻ ഇത്രയും ഇവരേനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തിൻ്റെ കാരണം കൊണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇത്ര സന്തോഷം ഇല്ലാത്തതെന്നുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, അവർക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കുനിറ്റിയ കുശുമ്പ് കുഞ്ഞായിക. അതിന് വേറെ ഒരു റീസണും വേണ്ട. അവരുടെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു കാര്യത്തിലും നിങ്ങൾ അവരുടെ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഒരു ഹോബിയാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ സഹിക്കാൻ പ്രാപ്തരാവുക, അതല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫ് നോക്കി മുന്നോട്ട് പോകാനായിട്ട് പ്രാപ്തരാവുക. അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം. അവർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്ത് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പോവുക, നല്ലത് ചെയ്ത് കൊടുക്കുക. പിന്നെ അവരിനെ നമ്മുടെ ലൈഫിലോട്ട് ഹെഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക. അത് ചെയ്താൽ തന്നെ കുറച്ചൊക്കെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പ്രോപ്പറായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മെഡിസിൻ എടുക്കുക, ഫുഡ് ഡയറ്റൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ നോക്കുക, ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. അപ്പോൾ എന്നെ പറഞ്ഞാൽ എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു പില്ലർ എൻ്റെ ബഷി അവിടെ ഉണ്ട്. എൻ്റെ വീട് ചിലപ്പോൾ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഓനൊന്നും പറയില്ല. കാരണം നന്നാക്കി വൃത്തിയാക്കി വെച്ചാൽ തന്നെ എൻ്റെ വീട് വൃത്തിക്ക് കിടക്കില്ല. കാരണം എൻ്റെ ബഷിക്ക് സ്ക്രാപ്പിൻ്റെ പണിയാണ്. എൻ്റെ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ സാധനം ഉള്ളിൽ കൊടുന്നിടും. മണ്ണുണ്ടാവും, പൊടി ഉണ്ടാവും, ഒക്കെ കൊടുന്ന് ഉള്ളിലിടും. ഒന്നും വൃത്തിയായിട്ട് കിടക്കില്ല. കണ്ണി കണ്ട കച്ചറ. അപ്പോൾ അവർ ഒരു ഡ്രസ്സ് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ഡ്രസ്സ് വാരിയിട്ടിട്ടായിരിക്കും അവർ ഒരു ഡ്രസ്സ് എടുക്കുക. പിന്നെ ഞാൻ അവരെ കൊണ്ട് തന്നെ മടക്കി വെപ്പിക്കും. പക്ഷെ അത് മേ ബി ഉച്ചയ്ക്കോ രാത്രിക്കൊക്കെ ആയിരിക്കും പോസിബിൾ ആവുക. അപ്പോൾ എനിക്കിത് മെസ്സി ആയിട്ട് കിടക്കണമെങ്കിൽ എനിക്കിങ്ങനെ കാലിന്ന് തലേക്ക് കയറി അടിച്ചിട്ട്. പണ്ടൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിക്കും അത് കുട്ടികളാണ്, കുട്ടികളുടെ വീട് അങ്ങനെയാണ്, അവരെ കൊണ്ട് സ്ലോലി നമുക്ക് ചെയ്യിപ്പിക്കാം, ഫോഴ്സ് ചെയ്യേണ്ട, പ്രഷർ ചെയ്യേണ്ടെന്നൊക്കെ. പക്ഷേ ഈ ഒരു കണ്ടീഷൻ വന്ന ശേഷം പ്രഷറൊന്നുമില്ല, ഞാൻ ചിലപ്പോൾ നാഗവല്ലിയൊക്കെ ആയിട്ട് മാറാറുണ്ട്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ കണ്ടീഷൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറേയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ കുറേയൊക്കെ ഞാൻ റിയലൈസ് ചെയ്യും. ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നും, ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. പിന്നെ എന്താ പറയുക, എൻ്റെ ഉത്തരവാദിത്വങ്ങൾ എനിക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് വലിയൊരു സപ്പോർട്ട് ഞാൻ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആളുകൾക്ക് അതായത് എന്നെ ആളുകൾ ജയിപ്പിച്ച് ഇവിടെ എന്താ പറയുക മെമ്പറാക്കി വിട്ടതാണ്. അപ്പോൾ ആളുകളുടെ കാര്യങ്ങൾക്ക് എവിടെയും ഞാൻ വരേണ്ട കാര്യങ്ങൾക്ക് ഒരു കുറവുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്നെയും കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാനൊരു അപ്ലിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ആളുകളോട് പറയാം, ചേച്ചി നിങ്ങൾ പഞ്ചായത്തേക്ക് കൊണ്ടുവരണ്ട കേട്ടോ, ഞാൻ അങ്ങോട്ട് വന്ന് വാങ്ങിച്ചോളാം എന്ന് പറയാം. അതാകുമ്പോൾ എനിക്ക് സൗകര്യമുള്ള ടൈമിൽ പോയിട്ട് അപ്ലിക്കേഷൻ വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം എനിക്ക് എപ്പോഴാണോ പറ്റുന്ന ടൈമിൽ പോയാൽ മതി. മറ്റേത് അവർ വരുന്ന നേരമാകുമ്പോഴേക്കും ഞാൻ കുളിച്ചൊരുങ്ങി പോകാന്നുള്ളത് എനിക്ക് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മീറ്റിങ്ങുകൾ പഞ്ചായത്തിൽ കൃത്യമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കും. അങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ
ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടം വരെ എത്തിയതുകൊണ്ട് ഞാൻ പറയാണ്, കം ബാക്ക് എന്ന് പറയുന്നത് 101% പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ നല്ലോണം പണിയെടുക്കണം കേട്ടോ, നല്ലോണം പണിയെടുക്കണം. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ, ഓ ഈ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് എപ്പോഴും മുതൽക്കേ ഉണ്ട് എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാളെയും കൂടെ നിങ്ങൾ മാറ്റി വെച്ചേക്കുക. കാരണം അവരെ കൊണ്ട് ഈ പറയുന്ന ടെസ്റ്റ് ഒക്കെ എടുപ്പിച്ചിട്ട് അവർക്ക് റിയൽ ആയിട്ട് ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്യുക. അതല്ലാണ്ട് നമ്മൾ സിംറ്റംസ് പറയുമ്പോൾ ഈ സിംറ്റംസ് ഒക്കെ എനിക്ക് ഏതോ കാലം മുതൽക്കേ ഉണ്ടെന്നാണ് അവർ പറയണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കണ്ടീഷനെ നിസ്സാരവൽക്കരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ കുറേ നേരം നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് അൽഹംദുലില്ലാ, അപ്പം എൻ്റെ ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലത്തെ ഒരു കാര്യം നോക്കണ്ട. ഇനി ഉമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടും. ഹസ്ബൻഡ് പറ്റുന്ന പരമാവധി, ഇനി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഓന് കുറ്റം പറയാൻ നിൽക്കില്ല. അങ്ങനെ കുറേ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലസ് ഉണ്ട്. പിന്നെ ഷാഹുലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യത്തിൽ അവനെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ചിലപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ മൂടില്ലെങ്കിൽ ഓൻ എഡിറ്റ് ചെയ്ത് തരും. എനിക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ, പോസ്റ്റേഴ്സൊക്കെ അവനാണ് പൊതുവേ ക്രിയേറ്റ് ചെയ്ത് തരിക. പ്രൊമോഷൻ്റെ കാര്യങ്ങൾ അവനാണ് നോക്കുക. ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് അവനെ പിടിച്ചിരുത്താറുള്ളൂ. അങ്ങനെ എന്താ പറയുക, വലിയ 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 കാര്യങ്ങളൊക്കെ അവിടെ പോസിബിൾ ആവുന്നുണ്ട്. എൻ്റെ കുറേ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഈവൻ പഞ്ചായത്തു നിന്നാണെങ്കിലും ഇപ്പോൾ നിർബന്ധിച്ച് എന്നെ കുറേ പരിപാടിക്ക് വിളിച്ചിട്ട് പോകണമെങ്കിലും എൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവർ പറയും ഈ വീട്ടിൽ പോയിക്കോ മതി നിന്നതെന്ന്. കാരണം അങ്ങനെ ഹെൽത്ത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇടുപ്പിൻ്റെ എല്ല് വളയണ പോലെ തോന്നും. കുറച്ച് നേരം ഒരു കവർ പിടിച്ച് കഴിഞ്ഞാൽ കയ്യിൻ്റെ എല്ല് വളയണ പോലെ തോന്നും. അങ്ങനെ ഒന്നിനും പറ്റാത്തൊരു വീക്കായിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഞാൻ കുറേ ബെറ്ററാണ് കേട്ടോ. എനിക്കിങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനെങ്കിലും പറ്റുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ. മറ്റേത് എനിക്ക് അതും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോസ് എടുത്തിട്ട് കുറേ ദിവസമായി. ഇപ്പം ഞാൻ ഫോഴ്സ്ഫുള്ളി എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുകയാണ്. അത് ചെയ്യണം, ഇങ്ങനെ ഇരിക്കണ്ട, ഇനിയിപ്പോൾ ഒരു പ്രോഗ്രസീവ് സ്റ്റേജിലാണ് എന്നൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവന്നിടുകയാണ്. ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം, എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചോദിച്ചാൽ ഫസ്റ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്യും. കണ്ണൊക്കെ എഴുതും, ലിബാമൊക്കെ ഇടും. എന്നിട്ട് ഞാൻ ഓക്കെ കൊള്ളാലോ, എൻ്റെ പിമ്പിൾസൊക്കെ പോയല്ലോ. ഇപ്പം എൻ്റെ ഹോർമോൺ പിമ്പിൾസ് പോയതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ടാനൊക്കെ കുറഞ്ഞു, പിമ്പിൾസൊക്കെ പോയി, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡായി വരുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ചൊരു ബെറ്റർ കണ്ടീഷനിലാണ് എന്നിട്ട് ഞാനങ്ങോട്ട് സ്വയമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് ഞാൻ പറയും പോയി വീഡിയോ ചെയ്യും. ആക്ച്വലി ലിറ്ററലി ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ബഷീർ കാണുന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാവും. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഞാനും ബഷീർ നെഞ്ചത്ത് ഇറന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കിത് ഓക്കെ ആക്കാൻ പറ്റൂലേ, ഞാൻ എന്താ ടയർഡായിട്ട് നിൽക്കണം, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിലും ഞാൻ ഇതേപോലെ ഒരു 10 മിനിറ്റ് മുന്നേ ഞാനിങ്ങനെ ഇരിക്കും, സെഡാവും, കരയും, പൊട്ടിപ്പൊളിയും. എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ പറയും എനിക്ക് വയ്യ, ഞാനിനി പോകണ്ടേ, ഞാൻ ഒക്കെ ഒന്ന് ക്വിറ്റ് ചെയ്താലോ, എല്ലാം കളഞ്ഞിട്ട് വീട്ടിലിരുന്നാലോ എന്നൊക്കെ ആലോചിക്കും. പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട, എന്നെ വിശ്വസിച്ചിട്ട് കുറേ ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വന്നേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് തിരിച്ചു വരും ഇതേപോലെ. എന്നിട്ട് പോകാനുള്ളടത്തേക്കൊക്കെ പോകും, ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. അതിൻ്റെ വീണ്ടും തിരിച്ചു വരും, വീണ്ടും ഡിപ്രഷനായിട്ട് നിൽക്കും. അങ്ങനെയാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ബെറ്ററായി വരുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു ബെറ്റർ വേർഷനാണ് അൽഹംദുലില്ലാ. അപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയ കുറേ ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ ചേർത്ത് നിർത്തിയ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ചുറ്റോടുള്ള മനുഷ്യരെല്ലാവരും എന്നെ സ്നേഹിച്ച് എന്നെ ചേർത്ത് നിർത്തിയ ആൾക്കാരാണ്. വളരെ കുറച്ച് ആൾക്കാരാണ് കേട്ടോ. വീലടക്കുമ്പോൾ അതിൻ്റെ മേലെ കയറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് തുറന്ന് പറയുക ഗൈസ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരോടും പറയുക നിങ്ങളുടെ കണ്ടീഷൻ ഇതാണ്, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഒന്ന് മനസ്സിലാക്കൂ, എനിക്ക് കുറച്ച് ടൈം വന്നാൽ ഞാൻ തിരിച്ചിങ്ങനെ നല്ല അടിപൊളിയായിട്ട് വരുമെന്നൊക്കെ നിങ്ങൾ പറയുക. അപ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് സപ്പോർട്ട് തരും. സപ്പോർട്ട് തരാൻ മനസ്സില്ലാത്ത ആൾക്കാരെ ഇഗ്നോർ ചെയ്യുക, സപ്പോർട്ട് തരുന്ന ആൾക്കാരെ പിടിച്ചു വയ്ക്കുക. ആൻഡ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ പോകുന്നുണ്ടെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സും അവരുടെ ഹെൽത്തും അവർ മടിച്ചുകളായതുകൊണ്ടൊന്നല്ല രാവിലെ എഴുന്നേൽക്കാത്തിട്ടോ. പൊതുവേ ഒന്നിനും വെയ്ക്കാത്തതുകൊണ്ടാണ് എഴുന്നേൽക്കാത്തതും കാര്യങ്ങൾ ചെയ്യാത്തതും ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. മനുഷ്യന്മാരാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് വീടൊക്കെ വൃത്തിയാക്കി അല്ലെങ്കിൽ ചെയ്യാനുള്ള പണിയൊക്കെ പങ്ക്ച്വലായിട്ട് ഇതൊക്കെ ചെയ്ത് വെച്ചാലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ മരിച്ചു പോകും. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഡിലേ ആയാലും പരമാവധി സമാധാനത്തോടു കൂടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക.